ഹലോ ഗൈസ്, എന്താ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചേട്ടന് 4 മണിക്ക് വരുമ്പോൾ നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും. അപ്പം എന്നിട്ടാണ് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് കട്ടിയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കത്തിയുള്ളത് കൊണ്ട് ക്യാമറയ്ക്കകത്ത് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് രണ്ടും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളത് അടച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഗ്യാസൊക്കെ കത്തിച്ച് ഇതേ കുക്കറൊക്കെ അതിൽ വെച്ച് നമ്മൾ ഇനി അത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിത് 2 വിസിലൊക്കെ കേട്ട് ഗ്യാസൊക്കെ ഓഫാക്കി കുക്കർ ഇറക്കി വെച്ച് അതിൻ്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം നമ്മളിത് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനെല്ലാം ഉടച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കൈപ്പൊള്ളും. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അരിപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടി കുഴച്ചെടുക്കണം. അപ്പോൾ ഉണ്ണി ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ വക കലാപരിപാടികൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ എനിക്ക് അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മളെല്ലാം കൂട്ടി കുഴച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അത് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ചൂടായ എണ്ണയിലേക്ക് അത് എടുത്ത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതേ ഗ്യാസൊക്കെ ഓണാക്കി ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇത് വാർത്ത് വയ്ക്കാനുള്ള പാത്രം വെച്ച്. അപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് എണ്ണയും ചെറിയ ചീനച്ചട്ടിയെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായതിന് ശേഷം ഇത് നമ്മൾ ഓരോന്ന് ഇടുന്നു. അതിന് ശേഷം നമ്മളിത് അപ്പം തന്നെ ഇളക്കരുത്, കാരണം പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഇതേ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതേ ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിത് വാർത്ത് വെക്കണം, അതായത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാവ ഉറക്കത്തിന് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാവേനെ പോയി എടുത്തു. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ. എങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കിച്ചണിൽ വാവ വന്നിരിക്കുന്ന സമയത്ത് എണ്ണെങ്ങാനും തെറിക്കുമെന്നില്ല എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു കണക്കിന് അത് ഉണ്ടാക്കി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ വന്നപ്പോൾ നമ്മളത് ചേട്ടന് കഴിക്കാൻ കൊടുത്തു. ചേട്ടന് ഓൾമോസ്റ്റ് ഇഷ്ടമായി, പക്ഷേ വാവ മാത്രം കഴിച്ചില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. ബൈ.